ഞാനിന്നേ കുറച്ച് സോയ എടുത്ത് കറി വെക്കാനായിട്ട് പോവുകയാണേ. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഊണിന് വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ സോയ എടുക്കാം. ഞാൻ ആദ്യം ഇതിനൊന്ന് കുറച്ചൊന്ന് ചൂട് വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് എടുക്കട്ടെ. ഇതിന്ന് കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനെ നല്ലവണ്ണം ഞാനൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ. അത് അരിഞ്ഞ് റെഡിയാക്കുന്ന സമയം നമുക്ക് ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ചെറിയ സവാളയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കടുക് വറുത്തിട്ട് നമ്മൾ സാധാരണ കടുക് വറുക്കുന്നത് പോലെ വറുത്തിട്ട് ഈ സവാളയും കൂടെ ഇട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കട്ടെ. അത് വഴലുന്ന സമയം നമുക്ക് ഈ സോയ നല്ലവണ്ണം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കടുക് വറുത്ത് ഒന്ന് വഴറ്റാനിടട്ടെ. ഇത് കടുകും മുളകും ഒക്കെ നല്ലവണ്ണം പൊട്ടി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഈ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാനിടുവാണ്. ഇതൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള അങ്ങോട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴണ്ട് വരുന്ന സമയം നമ്മൾ ഈ സോയ ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി സവാള ഏകദേശം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലൊരു കൂട്ട് ചേർക്കാം. സവാള ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് ഒരു മസാല കൂട്ടുണ്ട്. അതൊന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാവേ. അതിന് വേണ്ടി എടുത്തു വെച്ചിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ സവാളയിലോട്ടൊന്ന് ഇടാം. കൂട്ട് വെള്ളം ഒഴിക്കുകയോ ഒന്നും വേണ്ട. അല്പം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇതിലിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ കാണിച്ചു തരാവേ. ഇതിലോട്ടൊന്ന് ആദ്യ ശകലം മുളക് പൊടി, പിന്നെ അല്പം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ഈ കൂട്ടൊന്ന് ചൂടാവട്ടെ. നല്ലവണ്ണം ഇതൊന്ന് ഈ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ സോയ എടുത്ത് ഇതിലോട്ട് തട്ടാം. സോയ എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നൊരല്പം ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചിടാം. അപ്പോൾ ഇതെല്ലാം ഗ്രേവി എല്ലാം ഊറി വന്ന് വെന്തോളുവേ. ഇതൊന്ന് ഞാൻ അടച്ചിടട്ടെ. സോയ ചങ്ക്സ് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. സോയ ചങ്ക്സ് പിന്നെ ബീഫ് കണ്ടാൽ നമുക്ക് ബീഫ് പോലെ ഇരിക്കുന്നില്ലേ, പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് സോസും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സോയയുടെ കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇവിടെ കുട്ടികൾക്കും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നില്ല. ഈ സോസും കൂടെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഞാനിത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. കണ്ടോ, അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സോയ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.